അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു പ്രഗ്നൻസി ആകുന്നതിന് മുന്നേ ആയിട്ട് ഈ രോഗങ്ങളെല്ലാം വളരെ കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മൾ പ്രഗ്നൻസി ആകാനായിട്ട്. ഹായ് സർ. ഹലോ സാർ, എന്താണ് ഈ പ്രീ കൺസെപ്ഷൻ കൗൺസിലിംഗ് എന്ന് പറയുന്നത്? ഇത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? സാധാരണ രീതിയിൽ ഒരു ഗർഭം ധരിക്കുന്നതിന് മുൻപേ ആയിട്ട് ദമ്പതികൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും അതിന് വേണ്ടുന്ന ആരോഗ്യ പരിശോധനകൾ, ഗർഭം ധരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയും എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുകയും അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിനാണ് നമ്മൾ പ്രീ കൺസെപ്ഷൻ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ അമ്മയുടെ ആരോഗ്യത്തിനും അത് വരാനിരിക്കുന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മളിത് നേരത്തെ ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള പരിശോധനകളായിരിക്കും ഇതിലുണ്ടായിരിക്കുന്നത്? നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടോ എന്നുള്ളത്, നമ്മൾ പ്രീവിയസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പം ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, തൈറോയ്ഡ് ഡിസോർഡർ അങ്ങനെയുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷസ് ഡിസീസ്, അതായത് റുബല്ല, HIV, HBsAg അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളതും നേരത്തെ കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ട്. അപ്പോൾ ഈ വിട്ടുമാറാത്ത രോഗങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പം അവരിതിൽ എന്തൊക്കെയായിരിക്കും ശ്രദ്ധിക്കേണ്ടത്? ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പലരും പ്രഗ്നൻസി ആകുന്നതിന് മുന്നേ ചിലപ്പോൾ ഡയബറ്റിക് ആയിരിക്കും, ഹൈപ്പർ ടെൻസീവ് ആയിരിക്കും, അല്ലെങ്കിൽ എപ്പിലെപ്സിക്ക് മരുന്ന് കഴിക്കുന്നവരായിരിക്കും. അപ്പം നമ്മൾ എപ്പോഴും ഒരു പ്രഗ്നൻസി ആകുന്നതിന് മുന്നേ ആയിട്ട് ഈ രോഗങ്ങളെല്ലാം വളരെ കൺട്രോൾ ചെയ്തിട്ട് വേണം നമ്മൾ പ്രഗ്നൻസി ആകാനായിട്ട്. ഡയബറ്റീസ് ആണെങ്കിലും നന്നായിട്ട് കൺട്രോൾ ചെയ്ത് HbA1c ഒക്കെ ഒരു 6.5 താഴെ നിൽക്കുന്ന സ്ഥിതിയിൽ നമ്മൾ പ്രഗ്നൻസി ആകാൻ പാടുള്ളൂ. അതുപോലെ BP ആണെങ്കിലും നല്ല കൺട്രോൾഡ് ആയിരിക്കുമ്പോഴേ പ്രഗ്നൻസി ആകാൻ പാടുള്ളൂ. പിന്നെ മൂന്നാമത് നമ്മൾ ചില മെഡിസിൻസ് നമുക്ക് പ്രഗ്നൻസിയിൽ കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ്റെ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിൻ്റെ ഒക്കെ ഒപ്പീനിയൻ എടുത്തിട്ട് ചില മരുന്നുകൾ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. പ്രഗ്നൻസിയിൽ കഴിക്കാൻ പറ്റുന്ന മരുന്നുകളിലോട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ സാർ, ഈ പ്രഗ്നൻസിക്ക് മുന്നേ ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണല്ലോ പറയുന്നത്, അത് അത്യാവശ്യമാണ്? അതിനകത്ത് നമ്മൾ ഫോളിക് ആസിഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് നമുക്ക് ചില തലച്ചോറിന്റെ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ നമ്മുടെ നട്ടലിന്റെ ഡെവലപ്മെന്റിനൊക്കെ വളരെ അനിവാര്യമാണ് ഫോളിക് ആസിഡ്. പല ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സും നമുക്ക് ഫോളിക് ആസിഡ് കഴിക്കുന്നത് കൊണ്ട് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് ഒരു 3 മാസം മുന്നെങ്കിലും നമ്മൾ ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ടോ? ഇതിനകത്ത് നമ്മൾ അമ്മയുടെയും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തണം. അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ പോഷകമുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. 2, നമ്മൾ ഓവർ വെയിറ്റ്, അമിതമായ വണ്ണം, ഒബിസിറ്റി ഉണ്ടെങ്കിൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് നോർമൽ വെയിറ്റിലോട്ട് എത്തണം. പിന്നെ അതുപോലെ എന്തെങ്കിലും പുകവലി, മദ്യപാനം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ ഓവർ വെയിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്ന കാരണം നമുക്ക് പ്രഗ്നൻസിയിൽ BPയോ ഷുഗറോ ഒക്കെ വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കും.